ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവൾക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒരു സെലിബ്രേഷൻ പോലെ. അപ്പം എൻ്റെ ഫ്രണ്ട് ബാക്കി പ്ലാൻ എല്ലാം പറഞ്ഞു തരും ഗൈസ്. അവളെ വിളിക്കാം, വരൂ. ഹായ് ഗൈസ്. അപ്പോൾ അവളിവിടെ ഇല്ല, അവൾ ട്യൂഷനിൽ ഡാൻസ് പ്രാക്ടീസിലാണ്. അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല വന്നത്, നമ്മൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മളെല്ലാം കേക്കെല്ലാം കൊണ്ടുവന്ന് എല്ലാം ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അവളെ പോയി വിളിക്കും. അതാണ് ഞങ്ങളുടെ പ്ലാൻ. അതെ ഗൈസ്, എന്നെക്കാട്ടി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ വഴിയെ ചെയ്യുന്നത് കാണിച്ചു തരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്ന് വരുമ്പോൾ കാണിച്ചു തരാതെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഗീതുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരുടെ അച്ഛൻ്റെ അമ്മയടുത്തും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർ ഫുൾ സപ്പോർട്ടാണ്. അപ്പം ഇനി ഓരോ ഫ്രണ്ട്സ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നിരിക്കുക അല്ലേ അമിക. അപ്പോൾ ഗൈസ്, ഇവരും വന്നിട്ടുണ്ട്. കേക്ക് മേടിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബലൂൺ സെറ്റ് ചെയ്യുന്ന ടൈമിന് കേക്ക് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് ബലൂൺ സെറ്റായതിന് ശേഷം നമുക്ക് കേക്കും സെറ്റാക്കാം. പിന്നെ ഗൈസ്, ഞാൻ കൂടുതലും പാട്ട് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ സംസാരിച്ച് ബോറടിപ്പിക്കണ്ടേന്ന് വെച്ചിട്ടാണ്. പിന്നെ ഗൈസ്, അവർ വരുന്നത് നമ്മൾ ഈ ഫോണിൽ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അവരുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേയാണ്. ജെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് അവൾ ചിരിച്ച് വരുന്നത്. ആരോ കാണാൻ വന്നെന്നും പറഞ്ഞ് വിളിച്ചതാ അവളുടെ അമ്മ. അതാ ഓടി വരുന്നത്. പിന്നെ ഗൈസ്, അവർ കേക്ക് മേടിക്കാൻ പോയപ്പം മേടിച്ച തൊപ്പിയായത്. അത് ആ ഓട്ടോ വെച്ചങ്ങ് മറന്നുപോയി. പിന്നെ അറിയാവുന്നൊരു ഓട്ടോ അങ്കിളായതുകൊണ്ട് ഗീതുവിൻ്റെ അച്ഛൻ തന്നെ പോയിട്ട് സെറ്റാക്കി കൊണ്ടുവന്ന്. അത് ഒരു ചെറുക്കം കൊണ്ടുപോയി കറക്റ്റ് ഗീതുവിൻ്റെ കയ്യിൽ തന്നെ കൊടുത്ത്. അതാ അവളുടെ കയ്യിലിരിക്കുന്ന തൊപ്പി. പക്ഷെ എന്നിട്ട് അവൾക്ക് മനസ്സിലായില്ല. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ പ്രാക്ടീസിനുണ്ടായിരുന്ന ബാക്കി അവളുടെ ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. അപ്പം അവരെല്ലാവരും കൂടി വന്നിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വോയിസ് ഓവർ ചെയ്യുന്നത് ഫുൾ അലമ്പായിരിക്കും. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. പിള്ളേരുടെ എല്ലാവരുടെയും ശബ്ദമൊക്കെ കാണുമല്ലോ, സ്വാഭാവികമല്ലേ. പിന്നെ ഗൈസ്, ഇതായിരുന്നു കേക്ക്. അവർ പറഞ്ഞായിരുന്നെങ്കിൽ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേനേന്ന്. ഡാൻസ് പ്രാക്ടീസിന് പോയ അതേ സെയിം കോലത്തിൽ തന്നെയാണ് ഗൈസ് വന്നിട്ടുള്ളത്. തമ്മിൽ കൊടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോ. പിന്നെ ഗൈസ്, ബാക്കി ഫുൾ അലമ്പാണ്. എന്ന് വെച്ചാൽ കേക്കെല്ലാം വാരി മുഖത്തൊക്കെ എറിയണു, തേച്ച് ഫുള്ളാക്കുന്നു. അങ്ങനെയുള്ള അലമ്പുകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങോട്ടൊക്കെ എൻ്റെ മോളെ. പിന്നെ ഗൈസ്, അവർക്ക് പ്രാക്ടീസിനൊക്കെ പോയിട്ട് അലമ്പായിട്ടല്ലേ വന്നു. അപ്പം അവരൊക്കെ കേക്കും പായസമൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. നീ നിന്നെ കണ്ടായിരുന്നോ? കമന്റ് വരും ജോക്കറിന്റെ കുഞ്ഞുവല്ലോ. പെർഫെക്റ്റ്, കറക്റ്റ് ജോക്കറായി ആ തൊപ്പിയും കൂടെ വെച്ചപ്പോ. എല്ലാരും കിട്ടിയല്ലേ? എല്ലാവർക്കും കിട്ടി. നീ തന്നെ നോക്കട്ടെ. ബൈ. ഇവന്റെ വീഡിയോ വന്നില്ല കള്ളൻ. ഗൈസ്, ഇത് നിങ്ങൾക്കുള്ള കേക്ക് അവളെ തരുന്ന സബ്സ്ക്രൈബേഴ്സിനുള്ള വ്യൂവേഴ്സിനുള്ള കേക്ക് എന്നും പറഞ്ഞിട്ടാണ് രണ്ടുപേരും തരുന്നത് നിങ്ങൾക്ക്. CS അടി
ആ കേക്ക് എന്തിയേ? കേക്ക് എവിടെ പോയി? ഏത് ചേട്ടൻ? എടുത്തോണ്ട് ഞാൻ എന്റെ അടുത്ത് തരുമോ? ചെരുപ്പൊക്കെ കൊണ്ട് ഒളിപ്പിച്ചിട്ട ഞാൻ. ഇപ്പൊ എന്താ ഫ്ലാഷ് ഓണായേ? കമ്മല് നോക്കട്ടെ, കമ്മല് നോക്കട്ടെ, കമ്മല് കാണിച്ചേ, കമ്മല് കാണിച്ചേ, നോക്കട്ടെ നോക്കട്ടെ. ഇത് എന്തുവാ ഇത് നമ്മളെ എന്ത് പറയുന്നത്, ടിയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഒന്ന് പുച്ചോട്ടെ, പുച്ചോട്ടെ. ഏയ് പുച്ഛം. നമ്മൾ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബോസിൻ്റെ വീട്ടിലോട്ട് കയറിയിട്ട് അവിടെ താഴെ റിസോർട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാലുവാരത്തൊക്കെ പോയിട്ട് വരാമെന്നാണ് മനസ്സിൽ. മഴയും ഉണ്ട് ചെറുതായിട്ട്, പക്ഷേ ഒരു വൈബ് പിടിച്ചങ്ങ് പോയി. ഇത്ര നാളെന്താ ലോങ് വീഡിയോ വരാ? ഞാൻ അയ്യോ വണ്ടി നമ്മൾ ബോസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് അവിടെ ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് പായസമൊക്കെ കുടിച്ച് എന്നിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ താഴെയുള്ള കാലുവാരത്ത് പോയി. അവിടുത്തെ വ്യൂ എല്ലാം സെറ്റായിരുന്നു ഗൈസ്, അത് കണ്ടിട്ടാ. പിന്നെ ഗൈസ് ഇതാണ് അഷ്ടമുടി ലേക്ക് ഗാർഡൻ റിസോർട്ട്. ഇതിൻ്റെ താഴത്തെ കായല്ല കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോസിന് ടാറ്റ വീഡിയോക്കെ കൊണ്ടാക്കി. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.